പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 219 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഇരണേവൂസിന് ശേഷം ഈ ആഴ്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ചാണ്. അസീസിയിലെ ഉംബ്രിയ എന്ന സ്ഥലത്ത് ബെർണാഡോൺ എന്ന ധനികനായ വസ്ത്രവ്യാപാരിയുടെ മകനായിട്ടാണ് 1181 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജനനം. ഒരു ധനികന്റെ മകനായതിനാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ഫ്രാൻസിസ് തന്റെ ആദ്യകാലങ്ങളിൽ ലോകത്തിന്റെ ഭൗതികതയിൽ മുഴുകി വളരെ സുഖലോലുപമായ ജീവിതമാണ് നയിച്ചിരുന്നത്. തന്റെ 20-ാമത്തെ വയസ്സിൽ അസീസിയൻസും ഹെർജിയൻസും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഇദ്ദേഹം ഹെർജിയൻസിനെതിരെ പോരാടുകയായിരുന്നു. അങ്ങനെ തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്തു. തടവിൽ കഴിയുമ്പോൾ യേശുവിന്റെ ഒരു ദർശനം ഉണ്ടാവുകയും ഇത് ഫ്രാൻസിസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. തടവിൽ നിന്നും മോചനം ലഭിച്ചതിന് ശേഷം തന്റെ ഇതുവരെയുള്ള ജീവിതശൈലി ഉപേക്ഷിക്കുവാൻ യേശുക്രിസ്തുവിന്റെ പാത പിന്തുടരുവാനുള്ള ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു. തന്റെ സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിച്ച് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം സ്വീകരിച്ച ഫ്രാൻസിസ് സുവിശേഷം തന്റെ ജീവിത നിയമമായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തോട് പിതാവിനെ കഠിനമായ എതിർപ്പുണ്ടായ മൂലം അദ്ദേഹത്തെ കൈയൊഴിയുകയും പിന്തുടർച്ചാവകാശത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. തന്നെ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പഴകിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു. ഭക്ഷണത്തിനായി തെരുവിൽ യാചിച്ചു. ഫ്രാൻസിസിന്റെ ജീവിതവും വാക്കുകളും ധാരാളം പേരിൽ സ്വാധീനമുണ്ടാക്കി. 1209 പാപ്പയുടെ അനുഗ്രഹത്തോടെ ഫ്രിയാർഡ്സ് മൈനർ എന്ന സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു. 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 5000-ഓളം പേർ ഈ സഭയിൽ അംഗങ്ങളായി. വിശ്വാസികൾക്കിടയിൽ ഏറ്റവും എളിമയുള്ളവനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. പിന്നീട് 1212 അസീസിയിലെ വിശുദ്ധ ക്ലാരയുമായി ചേർന്ന് പുവർ ക്ലയേഴ്സ് എന്നറിയപ്പെടുന്ന പാവപ്പെട്ട മഹതികൾ എന്ന സന്യാസിനി സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. കൂടാതെ അൽമായരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അനുതാപത്തിന്റെ 3-ാം സഭ അദ്ദേഹം രൂപം നൽകി. ഇദ്ദേഹത്തിനാണ് യേശുവിന് 5 തിരുമുറിവുകളും ആദ്യമായി ലഭിച്ചത്. 224 ആയിരുന്നു ഇത്. ഏറ്റവും എളിമയുള്ള ജീവിതം നയിച്ചിരുന്നതിനാൽ ഫ്രാൻസിസ് വൈദിക പട്ടം പോലും സ്വീകരിക്കാതെ ഒരു ഡീക്കനായിട്ടാണ് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞത്. ദൈവത്തിന്റെ സൃഷ്ടികളായ സഹജീവികളോട് സഹോദര സഹോദരി എന്നിങ്ങനെയായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ ദൈവസ്നേഹം സെറാഫിക് എന്ന പേര് ഫ്രാൻസിസിന് നേടിക്കൊടുത്തു. കഠിനാധ്വാനവും തപചര്യകളും കൊണ്ട് ദുർബലമായിരുന്നു ഫ്രാൻസിസിന്റെ ശരീരം. പഞ്ചക്ഷതങ്ങൾ പിന്നെയും തളർത്തി. 1226 ഒക്ടോബർ 4 ഇറ്റലിയിൽ പോർച്ചുഗൽ എന്ന സ്ഥലത്ത് വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധൻ എന്ന പരിക്ക് ആഘോഷിക്കപ്പെട്ട ഫ്രാൻസിസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിൽ അധികം താമസമുണ്ടായില്ല. 2 വർഷത്തിനകം ഗിർഗറി 9-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. കാലാവധി നിശ്ചയിക്കാത്തൊരു സന്ദർശക വിസയാണ് ജീവിതം. മടങ്ങിവരവും പുതുക്കലും അസാധ്യമായതിനാൽ ഉള്ള കാലം ആനന്ദത്തോടെ ജീവിക്കുക. ഏവർക്കും നന്ദി.